ഇപ്പം ഇവർ പറഞ്ഞു അക്കാഡമിയിൽ ഈ പറഞ്ഞു കമ്മിറ്റിയിലെ ഒരംഗം ലീലാവതി അടക്കമുള്ള കമ്മിറ്റിയിൽ ഒരംഗത്തിന് പോലും ശ്രീകുമാരൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് സച്ചിദാനന്ദൻ രാവിലെ പറഞ്ഞു. നമ്മുടെ മൈക്കിലൂടെ എല്ലാ ജനങ്ങളോടാണ് പറഞ്ഞത്. ഇപ്പോൾ ലീലാവതി ചേച്ചി പറഞ്ഞിരിക്കുന്നു ഞാൻ ശ്രീകുമാരൻ്റെ പാട്ട് കണ്ടിട്ടേ ഇല്ല. എന്ത് പച്ചക്കള്ളമാണ് അയാൾ പറയുന്നത്? ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരാളിനെ സാഹിത്യ അക്കാദമി ചെയർമാനാക്കാൻ കേരള ഗവൺമെൻറ് നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. രാവിലെ തന്നെ 2 മണിക്കൂറിൽ 3 കള്ളങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ ശ്രീകുമാരൻ്റെ പാട്ടിൽ ക്ലിഷയാണ് ഞങ്ങൾ എടുത്ത് കൊള്ളില്ല, നല്ല പാട്ടല്ല, ക്ലിഷയാണ് മുഴുവൻ. അതുകൊണ്ട് ഞങ്ങൾ ഹരിതാരൻ്റെ പാട്ട് എടുത്തു, സ്വീകരിച്ചു. അപ്പോൾ ഹരിതാരൻ വന്ന് പറഞ്ഞു എന്നെ ഇതിൽ ഉൾപ്പെടുത്തരുത്, തമ്പി സാറിൻ്റെ വരികൾക്ക് അടുത്തുപോലെ എൻ്റെ വരികൾ എത്തുകയില്ല എന്ന് ഹരിയാന വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് 2 സമ്മസായിട്ട് അടിച്ചു സച്ചിദാനന്ദൻ. ഇപ്പോൾ പറയുന്നു ശ്രീകുമാരൻ്റെ പാട്ട് ഒഴിവാക്കിയിട്ടില്ല എന്ന്. 2 മണിക്കൂറുടെ ഇങ്ങനെ മാറ്റി പറയാൻ എങ്ങനെ പരസ്പരം സംസാരിക്കും ഒരാൾക്ക്? എങ്ങനെ? ഇയാൾ എവിടുത്തെ കവിയാണ്? പച്ചക്കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു അവസരത്തിന് വേണ്ടി കസേര ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാണം കിടുന്ന ഒരു കവി നോക്കുക. അപ്പോൾ ഇയാളെ കവിത പോലെ ഞാൻ വായിക്കില്ല. ഇങ്ങനെ കള്ളരുന്ന കഥ വായിക്കാൻ പാടില്ല.